Hello everyone, welcome to Physics by Grace YouTube channel. This is Dr. Saju K. John from Grace Institute of Advanced Physics. ഇത് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് 2024 എക്സാമിന് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ ചില ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ക്രാഷ് ബാച്ച് നടക്കുന്നുണ്ട്. റീസെൻ്റായിട്ട് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1000-ഓളം MCQs, 1000-ലധികം MCQs ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കരുതുന്നത്. 10 മൊഡ്യൂൾസിലായിട്ട് നമ്മൾ ഈ ക്രാഷ് ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ മൊഡ്യൂൾസിൻ്റെയും റെക്കോർഡറായിട്ടുള്ള ക്ലാസ്സുകൾ അതിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്നുള്ളതാണ് നമ്മുടെ സോളിഡ് സ്റ്റേറ്റിൻ്റെ നമ്മൾ തുടങ്ങുന്നത്. ഫസ്റ്റ് ടോപ്പിക് അതാണ്. നമ്മുടെ സിലബസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് PSC എന്നിട്ട് സിലബസിൽ മില്ലർ ഇൻഡീസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ മില്ലർ ഇൻഡീസ് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മാത്രമല്ല നമുക്കറിയാം PSC സിലബസിൽ മില്ലർ ഇൻഡീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കൂടി അതിൻ്റെ ബേസിക്സ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്നുള്ളത്. ലാറ്റിസ് എന്താണ്, ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്താ, യൂണിസെല്ലാണ് എന്താണ്, പാക്കിംഗ് ഫ്രാക്ഷൻ എന്താണ്, അല്ലേ, ബ്രവൈസ് ലാറ്റിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കൺസെപ്റ്റുകളെല്ലാം നമുക്ക് നന്നായിട്ട് അറിയേണ്ടതാണ്. ആദ്യം ഞാൻ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. എല്ലാ ക്രിസ്റ്റൽസും നാച്ചുറലി ഉള്ള എല്ലാ ക്രിസ്റ്റൽസും ഉണ്ടാക്കിയിരിക്കുന്നത് 7 ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 7 ക്രിസ്റ്റൽ സിസ്റ്റംസിൽ പെടുന്നതാണ് എല്ലാ ക്രിസ്റ്റൽസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊന്നാമത് ക്യൂബിക് ക്രിസ്റ്റൽ, സിമ്പിൾ ക്യൂബിക് നല്ല ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ട്. ടെട്രണൽ ഉണ്ട്, പിന്നെ ഓർത്തോറോംബിക് ഉണ്ട്, റോംബോഹെഡ്രൽ ഉണ്ട്, മോണോക്ലിനിക് ഉണ്ട്, ട്രൈക്ലിനിക് ഉണ്ട്, ഹെക്സഗണൽ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ലെങ്ത്തിനെ പറ്റി നമുക്കറിയാം. ക്യൂബിക്കിൽ Aയും Bയും C ഈക്വലാണ്, എല്ലാ ലെങ്ത്തും ഈക്വലാണ്, എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്, ഈക്വലാണ്, 90 ഡിഗ്രിയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ടെട്രഗണലിൽ ഒരു സൈഡ് മാത്രം വ്യത്യാസമുണ്ട്, ഈ ഹൈറ്റ് കൂടുതലാണ്. പക്ഷേ Aയും Bയും സെയിം ആണ്, A ആയാലും B ആയാലും സെയിം ആണ്, ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ C വ്യത്യാസമുണ്ട്, A ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C ആണ്. പക്ഷേ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയാണ്. ഇതിലേക്ക് വരുമ്പോൾ ഓർത്തോറോംബിക് എന്ന് പറഞ്ഞാൽ മാച്ച് ബോക്സിൻ്റെ ഷേപ്പാണ്, തീപ്പെട്ടിയുടെ ഷേപ്പാണ് എന്ന് പറഞ്ഞാൽ Aയും Bയും C ഈക്വൽ അല്ല, പക്ഷേ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയാണ്. അങ്ങനെയാണ് പോകുന്നത്. പിന്നെ റോംബോഹെഡറിലേക്ക് പോവാണ്. റോംബസ് പറയുന്ന പോലെ റോംബസിൻ്റെ സൈഡ്സ് ഒക്കെ ഈക്വൽ ആണല്ലോ. അപ്പോൾ റോംബോഹെഡർ എന്ന് പറഞ്ഞാൽ സൈഡ്സ് ഈക്വൽ ആണ്, പക്ഷേ ആംഗിൾസ് 90 ഡിഗ്രി അല്ല. ആംഗിൾസ് പക്ഷേ എല്ലാം ഈക്വൽ ആണ്, 90 ഡിഗ്രി അല്ല. അങ്ങനെ പോകുന്നു. പിന്നെ മോണോക്ലിനിക് ഉണ്ട്, അവിടെ കൂടി 2 ആംഗിൾ ഈക്വലാണ്, 90 ഡിഗ്രിയാണ്, വേറെ സിമെട്രി അതിലില്ല. ട്രൈക്ലിനിക്കിൽ ഒന്നും ഈക്വൽ അല്ല, ഒട്ടും സിമെട്രി ഇല്ലാത്ത അല്ലെങ്കിൽ ലീസ്റ്റ് സിമെട്രിക് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ സിസ്റ്റമാണ് ട്രൈക്ലിനിക്. മോസ്റ്റ് സിമെട്രിക് ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ക്യൂബിക്കാന്ന് പറയാം. ലീസ്റ്റ് സിമെട്രിക് ഏതാണെന്ന് ചോദിച്ചാൽ പറയാം ട്രൈക്ലിനിക് ആണ്. പിന്നെ ഹെക്സാഗണൽ സ്ട്രക്ചർ നമുക്ക് കാണാം. ഹെക്സാഗണലിൽ നമുക്കറിയാം ഹെക്സാഗണലിൻ്റെ ഇപ്പോൾ റെഗുലർ ഹെക്സാഗൺ ആകുമ്പോൾ ഈ ബേസിൽ ഈ സൈഡുകളൊക്കെ ഈക്വലാണ്. അപ്പോൾ Aയും B ഈക്വലാണ്, പക്ഷേ C എന്നുള്ളത് കൂടുതലാണ്. ഒരു ഐഡിയൽ ഹെക്സാഗണലിൽ C/A ചെയ്യുമ്പോൾ നമുക്ക് √8/3 കിട്ടുക. C കൂടുതലാണ്. ഒരു ഐഡിയൽ ഹെക്സാഗണലിൽ കിട്ടുന്ന C/A റേഷ്യോ ആണ് ഞാൻ ഇവിടെ എഴുതിയത്. ഒരു ആംഗിളിൽ 120 ഡിഗ്രി വരും അല്ലേ, ഹെക്സാഗൺ വരുന്നതുകൊണ്ട് 120 ഡിഗ്രി വരും നമുക്കറിയാം. ബാക്കി 2 ആംഗിൾസ് 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ A ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, ഗാമ 120 ഡിഗ്രി. പല ക്വസ്റ്റ്യൻസ് കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓർമ്മ വരും. ചില കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക. ഈ ഓർഡറിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ക്യൂബിക്കായിട്ട് ടെട്രഗണലിന് ചെറിയ വ്യത്യാസമുള്ളൂ, ഒരു സൈഡ് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ആംഗിൾ ഈ ആദ്യത്തെ 3 ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, ബാക്കിയുള്ളതിലാണ് വ്യത്യാസം വരുന്നുള്ളൂ. യെസ്, ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റംസിനെ വെച്ചിട്ട് നമുക്ക് 14 ബ്രവൈസ് ലാറ്റിസസ് നമ്മൾ പഠിക്കുന്നുണ്ട്. 3 ഡയമെൻഷനിൽ 14 ബ്രവൈസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂബിക് എന്നുള്ള ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ തന്നെ 3 ബ്രവൈസ് ലാറ്റിസ് പോസിബിൾ ആണ്. സിമ്പിൾ ക്യൂബിക് ഉണ്ട് ചില ക്രിസ്റ്റലിൽ ബോഡി സെൻറ്റേഡ് ക്യൂബിക് ആണ്, ചിലത് ഫേസ് സെൻറ്റേഡ് ആണ്, അല്ലേ. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ബോഡി സെൻറ്ററിൽ ആറ്റം വരുമ്പോൾ സിമ്പിൾ ക്യൂബിക്കിലാണെങ്കിൽ എല്ലാ കോർണറിലും ആറ്റങ്ങളുണ്ട്, വേറെ ആറ്റങ്ങളൊന്നുമില്ല. BCC ആണെങ്കിൽ കോർണറിലെ ആറ്റംസ് കൂടാതെ ബോഡി സെൻറ്ററിൽ ഒരു ആറ്റം കൂടിയുണ്ട്. FCC ആണെങ്കിൽ കോർണറിലെ ആറ്റംസ് കൂടാതെ എല്ലാ ഫേസിൻ്റെയും സെൻറ്ററുകളിൽ ഓരോ ആറ്റങ്ങളുണ്ട്. അപ്പോൾ 3 ബ്രവൈസ് ലാറ്റിസ് ഉണ്ട് ക്യൂബിക്കിൽ. അതേപോലെ ടെട്രഗണിൽ 2 ബ്രവൈസ് ലാറ്റിസ് ഉണ്ട്. സിമ്പിൾ ടെട്രഗണലും സിമ്പിളിൽ നമ്മൾ പ്രിമിറ്റീവ് എന്ന് പറയാറുണ്ട്, പ്രിമിറ്റീവ് ടെട്രഗണലും അതേപോലെ തന്നെ ബോഡി സെൻറ്റേഡ് ടെട്രഗണലും. ഇനി ഏറ്റവും കൂടുതൽ ബ്രവൈസ് ലാറ്റിസ് ഉള്ളത് ഓർത്തോറോംബിക്കിലാണ്, മാച്ച് ബോക്സിൻ്റെ ഷേപ്പ്. ഓർത്തോറോംബിക്കിൽ നമുക്ക് നോക്കൂ 4 ബ്രവൈസ് ലാറ്റിസ് ഉണ്ട്. ഓർത്തോറോംബിക്കിൽ 4 ബ്രവൈസ് ലാറ്റിസ് ഉണ്ട്.
പിന്നെ റോംബോ ഹെഡറിൽ ഒരു ബ്രാവീസ് ലാറ്റിസ് ഉള്ളൂ, ഹെക്സഗണലിൽ ഒരു ബ്രാവീസ് ലാറ്റിസ് ഉള്ളൂ, ഹെക്സഗണൽ സിസ്റ്റത്തിൽ ഒരു ബ്രാവീസ് ലാറ്റിസ് ഉള്ളൂ. മോണോക്ലിനിക്കിൽ 2 ഉണ്ട്, പ്രിമിറ്റീവും ഉണ്ട്, ഐ മീൻ സിമ്പിളും ഉണ്ട്, ബേസ് സെൻറ്റേഡും ഉണ്ട്. ശ്രദ്ധിക്കാതെ ബോഡി സെൻറ്റേഡ് അല്ല, ബേസ് സെൻറ്റേഡും ഉണ്ട്. ബേസ് സെൻറ്റേഡ് ഈ 2 ഫേസിൽ മാത്രം, ബേസിസിൽ മാത്രം ആറ്റങ്ങളുണ്ട്. ട്രൈക്ലിനിക്കിന് ഒരു ബ്രാവീസ് ലാറ്റിസ് മാത്രം. മൊത്തം എല്ലാം കൂടി വരുമ്പോൾ 14 ബ്രാവീസ് ലാറ്റിസ് ഉണ്ട് 3 ഡയമെൻഷനിലും. ഇനി 2 ഡയമെൻഷനിലെ ബ്രാവീസ് ലാറ്റിസ് ചോദിക്കാം, നമ്മൾ മനസ്സിലാക്കാൻ. 2 ഡയമെൻഷനിൽ 5 ബ്രാവീസ് ലാറ്റിസ് ഉണ്ട്. ഒന്ന് സ്ക്വയർ ലാറ്റിസ്. നമുക്കറിയാം 2 ഡയമെൻഷനിൽ എന്നുള്ളത് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടാണ് പറയുക 2 ഡയമെൻഷണൽ ലാറ്റിസ് എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പോൾ നമുക്കറിയാം 2 ഡയമെൻഷണൽ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയി തുടങ്ങി അല്ലേ. ഒരു 3rd ഡയമെൻഷൻ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഗ്രാഫീൻ പോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അത് വെച്ച് പല കാര്യങ്ങളും പല റിസർച്ചുകളും മാത്രമല്ല പ്രാക്ടിക്കലായിട്ടും പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങി. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ എന്നുള്ള വേർഡ് ഈ കാലത്ത് അപ്രസക്തമാണ്. അപ്പോൾ 2 ഡയമെൻഷനിൽ നമ്മൾ 5 ബ്രാവീസ് ലാറ്റിസ് ആണ്, ഈ നമ്പർ പഠിക്കണം. 5 ബ്രാവീസ് ലാറ്റിസ് ആണ് പഠിക്കുന്നത്. ഒന്ന് സ്ക്വയർ ലാറ്റിസ് ഉണ്ട്, പിന്നെ ഹെക്സഗണൽ ഉണ്ട്, റെക്റ്റാങ്കുലർ ഉണ്ട്, റെക്റ്റാങ്കുലറിൽ തന്നെ സെൻറ്റേഡ് റെക്റ്റാങ്കിൾ ഉണ്ട്, പിന്നെ ലാസ്റ്റ് വൺ ഒബ്ലിക്ക് 5 എണ്ണം ഉണ്ട്. ലാസ്റ്റ് വൺ ഒബ്ലിക്കാണ്. ഈ 5 ബ്രാവീസ് ലാറ്റിസ് 2 ഡയമെൻഷൻ ഉണ്ടെന്ന് പഠിക്കുക. അതിൻ്റെ ഡയമെൻഷൻസ് കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. ദ നമ്പർ ഓഫ് ബ്രാവീസ് ലാറ്റിസ് ആൻഡ് നമ്പർ ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ഇൻ നേച്ചർ ആർ. ജനറലി ചോദിക്കുമ്പോൾ 3 ഡയമെൻഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. എത്ര ബ്രാവീസ് ലാറ്റിസ് ഉണ്ട്? 14 ബ്രാവീസ് ലാറ്റിസ് ഉണ്ട്. എത്ര ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പോൾ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. A unicell is characterized by A not equal to B not equal to C and alpha equal to beta is equal to 90 not equal to gamma. Name the crystal structure. നോക്കൂ, ലെങ്ത്തുകളൊന്നും ഈക്വൽ അല്ല. ആകെ കൂടി ആൽഫയും ബീറ്റയും 2 ആംഗിൾസ് 90 ഡിഗ്രിയാണ്. അത് ഏതിലാണ് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒട്ടും സിമെട്രി ഇല്ലാത്തത് ട്രൈക്ലിനിക്കാണ്, ഏറ്റവും സിമെട്രി ഉള്ളത് ക്യൂബിക്കാണ്. അത് കഴിഞ്ഞാൽ ഒരു ചെറിയ സിമെട്രി മാത്രമേ ഉള്ളത് ട്രൈക്ലിനിക്ക് കഴിഞ്ഞാൽ. ലീസ്റ്റ് സിമെട്രി ഉള്ളത് ട്രൈക്ലിനിക് കഴിഞ്ഞിട്ട് എന്ന് പറയുക സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയാം, അത് മോണോക്ലിനിക്കാണ്. അതാണ് ഇതിൻ്റെ ആൻസർ. മോണോക്ലിനിക്കിലാണ് ഇങ്ങനെ വരുന്നത്. എല്ലാം നമുക്ക് ബൈ ഹാർട്ട് പഠിക്കല്ല, നമ്മൾ പല ക്വസ്റ്റ്യൻസിലേക്കൂടെ പോകുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരും. ക്ലാസിഫൈ ദ യൂണിസെൽ വിത്ത് ദ ഗിവൺ മെഷർമെൻറ്റ്സ് ഇൻ ടു പ്രോപ്പർ ക്രിസ്റ്റൽ സ്ട്രക്ചർ. A equal to 1.08 നാനോമീറ്റർ, B equal to this, C equal to this. നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എല്ലാം വായിക്കുന്നില്ല, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ കാര്യം മനസ്സിലാവും, എയും ബിയും സിയും ഒന്നും ഈക്വൽ അല്ല. ആൽഫ പറഞ്ഞ അല്ലെ, ആൽഫ എന്ന് പറയുന്ന ആംഗിൾ, ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ, ഗാമ എന്നുള്ള പറയുന്ന ആംഗിൾസ് ഒന്നും ഈക്വൽ അല്ല, ഒന്നും ഈക്വൽ അല്ല. അപ്പോൾ അതേതാണ്? ട്രൈക്ലിനിക്കാണ്. ട്രൈക്ലിനിക്കാണ് ഇതിൻ്റെ ആൻസർ. ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രിസ്റ്റൽ സിസ്റ്റംസ് എ യൂണിസെൽ വിത്ത് എ ഈക്വൽ ടു ബി ഈക്വൽ ടു 5.2 ആങ്സ്ട്രോം യൂണിറ്റ്. എയും ബി ഈക്വൽ ആണ്. സി ഈക്വൽ ടു 9.4 ആങ്സ്ട്രോം യൂണിറ്റ്. ആൽഫ ഈക്വൽ ടു ബീറ്റ 90 ഡിഗ്രി, ഗാമ 120 ഡിഗ്രി. ഈ 120 ഡിഗ്രി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരണം, ഇത് ഹെക്സഗണലാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യാം, പക്ഷെ 120 ഡിഗ്രി വരുന്നത് ഹെക്സഗണലിലാണ്. ദ നമ്പർ ഓഫ് ബ്രാവൈസ് ലാറ്റിസസ് ഇൻ 3 ഡയമെൻഷൻസ് ഫോർ എ ക്യൂബിക് ലാറ്റിസ്. അവിടെ ചോദിച്ചിട്ടുള്ള ക്യൂബിക് ലാറ്റിസസിന് എത്ര ബ്രാവൈസ് ലാറ്റിസ് ഉണ്ട്? ക്യൂബിക് ലാറ്റിസിന് 3 ബ്രാവൈസ് ലാറ്റിസ് ആണ്. ഏതൊക്കെയാണ്? പ്രിമിറ്റീവ് ക്യൂബിക് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക്, ബോഡി സെൻറ്റേഡ് ക്യൂബിക്, ഫേസ് സെൻറ്റേഡ് ക്യൂബിക്. ഇനി യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിമിറ്റീവ് യൂണിസെൽ നമുക്കറിയാം, ഒരു ലാറ്റിസ് ഉണ്ടാക്കിയിരിക്കുന്നത് യൂണിറ്റ് സെല്ലുകളാണ്. കുറേ യൂണിറ്റ് സെല്ലുകളാണ് ലാറ്റിസിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ്. യൂണിറ്റ് സെല്ലുകൾ ഇങ്ങനെ റിപ്പീറ്റ് പോകുമ്പോഴാണ് ലാറ്റിസ് ഉണ്ടാകുക. ഇനി പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് 2 ഡയമെൻഷനിലാണ് വരച്ചിട്ടുള്ളത്. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഇവിടെ ഒരു റോംബസ് പോലെ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോർണറിൽ മാത്രമാണ് ആറ്റങ്ങളുള്ളൂ. അപ്പോൾ ഇതൊരു യൂണിറ്റ് സെല്ലാണെങ്കിൽ അതിൽ എത്ര നമുക്കറിയാം, ഈ ഓരോ കോർണറിലുള്ളതും ഇതേപോലത്തെ 4 യൂണിറ്റ് സെല്ലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. 2 ഡയമെൻഷനിൽ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 3 ഡയമെൻഷൻ ആകുമ്പോൾ 8 എന്നല്ലേ നമ്മൾ പറയാം. ഓരോന്നും 4 എണ്ണമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ 4 ആയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 4 × 1/4 അല്ലേ, ശരിയല്ലേ? ഈ കോർണറിലുള്ള 4 എണ്ണം അതേപോലെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാറ്റത്തിൻ്റെ 1/4 മാത്രമാണ് ഒരു യൂണിസെല്ലിന് അവകാശപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഒരാറ്റാണ് യൂണിറ്റ്. അപ്പോൾ
ഒരു യൂണിസെല്ലിന് ഒരു ആറ്റം ആണെങ്കിൽ നമ്മൾ അതിനെ പ്രിമിറ്റീവ് യൂണിസെൽ എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ പ്രിമിറ്റീവ് യൂണിസെൽ എന്ന് പറയാൻ പറ്റില്ല. ഒരു യൂണിസെല്ലിൽ ഒരു ആറ്റം. അപ്പം ഇതൊരു പ്രിമിറ്റീവ് യൂണിസെൽ അല്ല, കാരണം അതിൽ കോർണറിൽ ആറ്റംസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ബോഡി സെൻറ്ററിൽ, അല്ലെങ്കിൽ ഇവിടെ ബോഡി എന്ന് പറയാൻ 2 ഡൈമെൻഷനിലായതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു സെൻറ്ററിൽ ഫേസ്ന്നോ ഒക്കെ പറയാം, സെൻറ്ററിൽ ഒരു ആറ്റം കൂടി ഉള്ളതുകൊണ്ട് അത് പ്രിമിറ്റീവ് അല്ല. അപ്പോൾ ഒരു ആറ്റം യൂണിസെല്ലുള്ളപ്പോഴാണ് പ്രിമിറ്റീവ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ വെർട്ടീസസിൽ മാത്രമാണ് ആറ്റങ്ങളുള്ളെങ്കിൽ പ്രിമിറ്റീവ് എന്ന് വിളിക്കാം. കറക്റ്റാണത്. സിമ്പിൾ ക്യൂബിക്ക് പ്രിമിറ്റീവ് ആണ് 3 ഡൈമെൻഷനിലേക്ക് പോകുമ്പോൾ, കാരണം അതിൻ്റെ എല്ലാ വെർട്ടീസസിലും മാത്രമാണ് ആറ്റങ്ങളുള്ളത്. ഇനി നമുക്കറിയാം, നമ്മൾ ഒരു ലാറ്റിസ് എടുക്കുമ്പോൾ ആ ലാറ്റിസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ഇവിടെ രണ്ട് വെക്ടറുകൾ എടുക്കുകയാണ്. 2 ഡൈമെൻഷനാണ് 2 വെക്ടറുകൾ എ ആൻഡ് ബി. ഈ എയും ബിയും വെച്ചിട്ട് ലാറ്റിസിൻ്റെ ഏത് പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും? എയും ബിനെ നമ്മൾ ബേസിസ് വെക്ടേഴ്സ് നമുക്ക് വിളിക്കാം. ഈ ബേസിസ് വെക്ടേഴ്സ് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഏത് പോയിന്റിലേക്ക് എത്താം? ഇപ്പോൾ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കതിൽ വരച്ചിട്ടുള്ള ഇത് നോക്കൂ. ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിൻ്റെയും ഈ വെക്ടറിൻ്റെയും സമ്മാണ്. ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് എ ആണ്, ഇത് 2a ആണ്, 3a ആണ്, 4a. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ അത് 4a ആയി. ഈ വെക്ടർ എന്നുള്ളത് എന്താണ്? 4a ആണ് അല്ലേ? യെസ്, ദിസ് ഇസ് 4a. മുകളിലേക്കുള്ളതോ ഇപ്പം നമുക്കൊരു ഒരു ലെങ്ത് എന്നുള്ള ബി ആണ്. ഇതിൽ ബി ആണ്, 2b ആണ്, 3b ആണ്. മുകളിലേക്കുള്ള മൊത്തം ലെങ്ത് 3b ആണ്. യെസ്, 3b. അപ്പോൾ 4aയും 3b ആഡ് ചെയ്താൽ നമുക്ക് ഈ R വെക്ടർ കിട്ടും. മനസ്സിലായ? അപ്പോൾ ഈ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാറ്റിസിലെ വെക്ടർ കിട്ടും. ഓക്കെ. അപ്പോൾ ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് വേണമെങ്കിൽ വിളിക്കാം, ലാറ്റിസ് ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് വേണമെങ്കിൽ വിളിക്കാം. ഡയറക്റ്റ് ലാറ്റിസിലെ വെക്ടേഴ്സ് 4aയും 3bയുടെയും സമ്മാണ് ആ വെക്ടർ. ജനറലി നിങ്ങൾക്ക് n1a + n2b, ആ എയും ബിയും ബേസിസ് വെക്ടേഴ്സ് ആണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പ്രിമിറ്റീവ് ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് സിമ്പിൾ ക്യൂബിക്ക്. ഈ പ്രിമിറ്റീവ് ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് സിമ്പിൾ ക്യൂബിക്കിൽ എങ്ങനെയാണ്? സിമ്പിൾ ക്യൂബിക്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം ആറ്റങ്ങൾ കോർണറിലുള്ളത് അല്ലേ? കോർണറിലാണ് ആറ്റങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ കോർണറിലും ആറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെക്ടർ എടുക്കുമ്പോൾ ഇങ്ങനെ എടുത്താൽ മതി. എക്സ് ആക്സിലേക്ക് ഒരു വെക്ടർ എടുക്കുക, ഈ കോർണറിലേക്ക് വരുന്ന വെക്ടർ എടുക്കുക, എ എടുക്കുക. വൈ ആക്സിലും അതേപോലെ എടുക്കുക, ബി വെക്ടർ. സെഡ് ആക്സിൽ സി എടുക്കുക. എ ബി സിന്ന് എടുക്കണമെങ്കിൽ A1 A2 A3 എന്ന് എടുത്താലും മതി. അപ്പോൾ എക്സ് ആക്സിലെ വെക്ടർ കിട്ടാൻ വേണ്ടി ഈ ക്യൂബിൻ്റെ ഡയമെൻഷൻ എ ആണെങ്കിൽ എക്സ് ആക്സിലെ വെക്ടർ കിട്ടാൻ വേണ്ടി എ അല്ലേ ലെങ്ത്, പിന്നെ എക്സ് ആക്സിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി എ എന്ന് എഴുതാം. വൈ ആക്സിലെ ബേസിസ് വെക്ടർ എന്നുള്ളത് AJ എന്ന് എഴുതാം. ലെങ്ത് എ തന്നെയാണ്, ക്യൂബാണല്ലോ. സെഡ് ആക്സിലുള്ള ബേസിസ് വെക്ടേഴ്സ് C = AK എന്ന് എഴുതാം. കെ കാണിക്കുന്നത് സെഡ് ഡയറക്ഷൻ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. സിമ്പിൾ ക്യൂബിക്കിൽ ഇതാണ് വെക്ടേഴ്സ് വരുന്നത്. സിമ്പിൾ ക്യൂബിക് എന്നുള്ളത് പ്രിമിറ്റീവ് ലാറ്റീസ് ആണ്. അപ്പോൾ പിന്നീട് നമ്മൾ പ്രിമിറ്റീവ് വെക്ടർ കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഓൾറെഡി ഇറ്റ് ഈസ് പ്രിമിറ്റീവ്. പക്ഷെ എല്ലാത്തിലും അങ്ങനെയല്ല. FCCയിലേക്ക് വരുമ്പോൾ FCCയിൽ ഒരു യൂണിറ്റ് സെല്ലിൽ 4 ആറ്റങ്ങളുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ അറിയാം. കോർണറിൽ 8 ആറ്റങ്ങളുണ്ട് FCCയിൽ. അപ്പോൾ 8 × 1/8 ഉണ്ട്, പ്ലസ് 6 ഫേസിൻ്റെ സെൻറ്ററിൽ ഒരാറ്റങ്ങളുണ്ട്. അപ്പോൾ 6 × 1/2 വരും അല്ലേ? ഓരോ ഫേസിലെ ആറ്റം എന്ത് ചെയ്യുന്നു? 2 യൂണിറ്റ് സെല്ലിനെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1 + 3 4 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്നുള്ളത് 4 ആണ്. അപ്പോൾ FCC ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ അല്ല. n = 1 വന്നാലാണ് പ്രിമിറ്റീവ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ എത്ര വോളിയം വരും ചോദിച്ചാൽ നമുക്ക് പറയാം A³ അല്ലേ? FCCയുടെ വോളിയം A³ ആണ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം A³ 4 ആണ് FCCയിൽ. അപ്പോൾ ഈ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലായിട്ട് എടുക്കുന്ന FCCയിൽ ഒരു റോംബോ ഹെഡറിലാണ്. അതാണ് ഈ ബ്ലൂ കളറിൽ വരച്ചിട്ടുള്ളത്, റോംബോ ഹെഡർ. അതാണ് FCCയുടെ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്. അതിൻ്റെ വെക്ടേഴ്സാണ് നമ്മളിവിടെ കാണുന്ന A1 A2 A3. ABC എന്ന് എടുക്കാം, അല്ലെങ്കിൽ A1 A2 A3 എന്ന് എടുക്കാം. ABC എന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ A1 എന്നുള്ള വെക്ടർ, പിന്നെ A2 എന്നുള്ള വെക്ടർ, A3 എന്നുള്ള വെക്ടർ. ഇതാണ് A1 എന്നായിരിക്കും, A1 വെക്ടർ. പിന്നെ A2 വെക്ടർ ഉണ്ട്, A2 വെക്ടർ ഉണ്ട്. A2 വെക്ടർ ഉണ്ട്. ഇത് A2 എന്ന് എടുക്കും. പിന്നെ A3 വെക്ടർ, 3 വെക്ടർ. ഈ 3 വെക്ടർ കൊണ്ടാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. ഈ 3 വെക്ടർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ലാറ്റീസിനെയും കവർ ചെയ്യാനും പറ്റും.
അതിങ്ങനെ ഫേസ് സെൻറ്ററിലാണ് ആറ്റങ്ങൾ ഇരിക്കുന്നത് FCCയിൽ. അതുകൊണ്ട് ഇങ്ങനെ വരും, 2 ഫേസിലായതുകൊണ്ട് ജെയും കെയോ വരുള്ളൂ. മനസ്സിലായോ? BCCയിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല, IJ വരുന്നുണ്ട്, അത് ബോഡി സെൻറ്ററിലായതുകൊണ്ടാണ്. ഓക്കെ, ഇത് നമുക്ക് നോക്കി എഴുതാവുന്നതാണ്, പിക്ചർ നോക്കി എഴുതാവുന്നതാണ്. ഞാൻ അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കുന്നു. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം നമുക്കറിയാം. ഈ വെക്റ്റേഴ്സിൻ്റെ നമ്മൾ ട്രിപ്പിൾ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ, സ്കാലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ബോക്സ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് A1 ഡോട്ട് A2 ക്രോസ് A3 ചെയ്താൽ നമുക്ക് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം കിട്ടും. അത് റോംബോഹെഡ്രനാണ്. BCCയിലേക്ക് വരുമ്പോഴും അവിടെ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് റോംബോഹെഡ്രനാണ്. അതിൻ്റെ വോളിയം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. BCCയിൽ 2 ആറ്റംസാണ് യൂണിറ്റ് സെല്ലുള്ളത്. കാരണം കോർണറിൽ 1/8 × 8, പിന്നെ സെൻറ്ററിൽ, ബോഡിയുടെ സെൻറ്ററിലുള്ള ആറ്റം ആർക്കും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അത് വരുമ്പോൾ മൊത്തം 2 ആണ് വരിക. അപ്പോൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം 2 ആണ്. അതും ഇവിടെ റോംബോഹെഡ്രനാണ്, ഇതിൽ വരച്ചിട്ടില്ല, റോംബോഹെഡ്രനാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഡയഗ്രാംസ് ഒക്കെ അവൈലബിൾ ആണ്. HCPയിലെ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നുള്ളത് ഈ ഹെക്സഗണിൻ്റെ ഒരു 1/3 വരുന്ന ഒരു ഈ യെല്ലോയിൽ ഷെയ്ഡ് ചെയ്തതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്. FCCയിൽ മാത്രം ഒരു വ്യത്യാസം പറയട്ടെ. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാലും അതിൽ ഒരാറ്റമല്ല, 2 ആറ്റംസ് ഉണ്ട് യൂണിറ്റ് സെല്ല്. മൊത്തം FCCയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 ആറ്റംസ് ഉണ്ട് FCC യൂണിറ്റ് സെല്ല്. 6 ആറ്റം. നമ്പർ ഓഫ് ആറ്റംസ് N = 6 ആണ്. FCC അല്ല, HCP ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. HCPയിൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് 6 ആണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഈ ഉള്ളിൽ 3 ഉണ്ട്, അവരെ ഒട്ടും ഷെയർ ചെയ്യുന്നില്ല, 3 ഉണ്ട്. പിന്നെ ഈ ഇങ്ങനെ എത്ര ഉണ്ട്, 6 വരുന്നുണ്ട് അല്ലേ. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എത്ര എണ്ണത്തിന് ഷെയർ ചെയ്യുന്നു എന്നുള്ളത്. അതിങ്ങനെ വരുമ്പോൾ ഈ സൈഡിൽ വരുമ്പോൾ അത് എത്ര സെല്ലുകൾക്കാണ് ഷെയർ ചെയ്യുക? ഒരു കോർണറിൽ വരുന്ന നമുക്കറിയാം, അതിൻ്റെ പ്ലെയിനിൽ 3 എണ്ണം, പിന്നെ മുകളിലത്തെ പ്ലെയിനിൽ 3 എണ്ണം, അങ്ങനെ 6 എണ്ണത്തിന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 6 ഷെയർ ചെയ്യുന്നു പറയുമ്പോൾ 6 × അല്ലേ, അത് 1/6 × എത്ര എണ്ണം ഉണ്ട് അതേപോലത്തെ കോർണറിലുള്ളത്? ഇവിടെ മുകളിൽ 6, താഴെ 6 എണ്ണം ഉണ്ട് അല്ലേ, മുകളിൽ 6 താഴെ 6, അപ്പോൾ 12 എണ്ണം ഉണ്ട്. 12 എണ്ണം. അപ്പോൾ 3 + ഇത് എത്ര വരിക? 2 ആണ് വരിക. പിന്നെ ഒന്ന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഫേസ്, ഇവിടെ ഫേസിൻ്റെ സെൻറ്ററിൽ ഒരു ആറ്റം ഉണ്ട്, ഒരു ഫേസ് ഉണ്ട്, അത് 2 ആൾക്ക് ഷെയർ ചെയ്യും അല്ലേ. ഫേസ് സെൻറ്ററിൽ 2 ആൾക്ക്, അപ്പോൾ 1/2 × 2 പേരുണ്ട്. അപ്പോൾ ഇതാണ് 1 ആയിട്ട് വരുന്നത്. 3, 2, 1 മൊത്തത്തിൽ എത്ര വരും? 6 വരും. അങ്ങനെയാണ് 6 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഹെക്സഗണാണ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഈ യെല്ലോയിൽ ഷെയ്ഡ് ചെയ്താണ്. അതിനെ നമ്മൾ റോംബിക് പ്രിസം എന്ന് പറയാം. അതിൽ നമ്പർ ഓഫ് ആറ്റംസ് 2 ആണ്. ഇതൊരു എക്സെപ്ഷൻ ആണെന്ന് ഓർത്ത് വയ്ക്കണേ. പ്രിമിറ്റീവ് എന്നുള്ള പേര് ഇവിടെ ഒന്ന് എന്താ പറയുക, അതിനൊരു ഡീവിയേഷൻ വരികയാണ്. യൂണിറ്റ് സെൽ തന്നെയാണ്, ഇതിന് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ തന്നെ വിളിക്കുക, ഹെക്സഗണൽ. ഓക്കെ, പിന്നെ വേറെ കുറേ സ്ട്രക്ചറുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ക്യൂബിക്കിൽ തന്നെ ചില സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ ഡയമണ്ടിൽ മാത്രമല്ല, ഡയമണ്ട് നമുക്കറിയാം കാർബൺ ആണ്. കാർബണിൽ മാത്രമല്ല, ജെർമേനിയത്തിലും സിലിക്കൺ, അങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സിലൊക്കെ വരുന്ന ഒരു സ്ട്രക്ചറാണ് ഡയമണ്ട് സ്ട്രക്ചറും ചില 2 FCC ഇൻ്റർപെനിട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ്. 2 FCC സ്ട്രക്ചറുകൾ ഇൻ്റർപെനിട്രേറ്റ് ചെയ്ത പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഡയമണ്ട്. അപ്പോൾ 2 FCC ആണ്. അത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ബോഡി ഡയഗണലിൽ 1/4 ഓഫ് ദ ക്യൂബ് എഡ്ജ് ആണ് പെനിട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. 2 FCC പെനിട്രേറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക അതിന് ഭയങ്കര ഡെൻസിറ്റി ആയിരിക്കും. അല്ല, പക്ഷേ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇവിടെ പാക്കിംഗ് ഫ്രാക്ഷൻ കുറവാണ്. 34% അല്ലെങ്കിൽ 0.34 ആണ് പാക്കിംഗ് ഫ്രാക്ഷൻ ഉള്ളൂ. അപ്പോൾ ഡയമണ്ട് അത്ര ഡെൻസിറ്റി ഒന്നുമില്ല. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഡയമണ്ട് ഡെൻസിറ്റി കാണാം, 3000 എത്രയേ വരുന്നുള്ളൂ. ഓക്കെ, കോപ്പറിന് 8.9 വരുന്നത്. 3000 മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന ശരിക്കുള്ള ഡെൻസിറ്റി. കോപ്പറിന് 8900 ഒക്കെ വരുന്നുണ്ട്. ഗോൾഡിന് എത്ര 17,000 അത്രയൊക്കെ വരുന്നുണ്ടല്ലോ, കൂടുതലാണ്. അപ്പോൾ ഡയമണ്ടിന് അത്രയും ശരിക്കുള്ള FCC സ്ട്രക്ചറിൻ്റെ അത്ര ഡെൻസിറ്റി ഒന്നുമില്ല. 2 FCC സ്ട്രക്ചർ ഇൻ്റർപെനിട്രേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പക്ഷേ കണക്കുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നും അത് ഡെൻസിറ്റി കൂടുതലാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ 8 ആണ്. അതെന്തുകൊണ്ടാണ്? 2 FCC പെനിട്രേറ്റ്, ഒരു FCCയിൽ 4 അല്ലേ, 2 FCC പെനിട്രേറ്റും നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ 8 ആണ്. പക്ഷേ പാക്കിംഗ് ഫ്രാക്ഷൻ 0.34 വരുന്നുള്ളൂ. ഈച്ച് ആറ്റം ഹാസ് ഓൺലി 4 നിയറസ്റ്റ് നൈബേഴ്സ് 4 ആണ്. ആ നമ്പറുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക.
ഇതാണ് ഡയമണ്ട് സ്ട്രക്ചർ. ഡയമണ്ട് സ്ട്രക്ചർ ഡയമണ്ടിൽ മാത്രമല്ല, കാർബണിൽ മാത്രമല്ല, ജെർമേനിയത്തിലും സിലിക്കണിലൊക്കെ വരുന്ന ഒരു സ്പെഷ്യൽ സ്ട്രക്ചറാണ്. പാക്കിംഗ് ഫ്രാക്ഷൻ ഓർത്ത് വയ്ക്കുക, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഓർത്ത് വയ്ക്കുക, അതുപോലെ അതിൻ്റെ നിയറസ്റ്റ് നൈബേഴ്സ് 4 ആണെന്ന് ഓർത്ത് വയ്ക്കുക, 4 നിയറസ്റ്റ് നൈബേഴ്സ്. പിന്നെ സിങ്ക് ബ്ലെൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്യൂബിക് സിങ്ക് സൾഫൈഡിലെ സ്ട്രക്ചറാണ്. സിങ്ക് സൾഫൈഡിലെ സ്ട്രക്ചറാണ്. അതും ഡയമണ്ട് സ്ട്രക്ചറായിട്ട് വളരെ അടുത്താണ്. ഒറ്റ വ്യത്യാസമുള്ളൂ, ഡയമണ്ടിൽ എല്ലാം കാർബൺ, നമ്മൾ 2 FCC എന്ന് പറഞ്ഞാൽ 2 FCCയും കാർബൺ ആറ്റംസ് കൊണ്ടുള്ളതാണ് ഡയമണ്ടിൽ. ഇപ്പോൾ സിലിക്കൺ ആണെങ്കിൽ സിലിക്കണിൽ 2 FCCയിലും സിലിക്കൺ ആറ്റംസ് തന്നെയാണ്. പക്ഷേ ഇവിടെ സിങ്ക് ബ്ലെൻഡ് അല്ലെങ്കിൽ സിങ്ക് സൾഫൈഡ് എന്ന് പറയുമ്പോൾ, സിങ്ക് സൾഫൈഡാണ് ടിപ്പിക്കലായിട്ട് പറയുന്നത്. സിങ്ക് സൾഫൈഡിൽ ഒരു FCC സിങ്ക് ബേസ് ചെയ്തിട്ടുള്ളതാണ്, മറ്റേ FCC സൾഫർ ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ 2 ആറ്റം ബേസിസ് വേണമെങ്കിൽ പറയാം. 2 ആറ്റം ബേസ്, 2 FCC സബ്ലാറ്റിസ്, അതിങ്ങനെ എന്താ പറയുക, സബ്ലാറ്റിസ് ചേർന്നതാണ്. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. ഡയമണ്ട് സ്ട്രക്ചറിന് വളരെ സിമിലറാണ്, പക്ഷേ വ്യത്യാസം ഇതുള്ളൂ, അവിടെ ഒരേ തരം ആറ്റംസ് ആണ് ഡയമണ്ട് സ്ട്രക്ചറിൽ, പക്ഷേ ഇവിടെ 2 തരം ആറ്റം, 2 ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ FCCകളാണ്. കോർഡിനേഷൻ നമ്പർ ഇവിടെയും 4 ആണ്. സിങ്ക് സൾഫൈഡിൽ മാത്രമല്ല, സിലിക്കൺ കാർബൈഡ്, അതുപോലെ അലുമിനിയം ഫോസ്ഫൈഡ്, ഗാലിയം ഫോസ്ഫൈഡ്, സിങ്ക് സെലിനിയം, ഗാലിയം ആർസനൈഡ്, ഇങ്ങനെ അലുമിനിയം ആർസനൈഡ്, ഇങ്ങനെയുള്ള എലമെൻറ്റ്സിലൊക്കെ വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, LED ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ്. എലമെൻ്റൽ സ്റ്റേറ്റിലെ സെമി കണ്ടക്ടേഴ്സ് ആണല്ലോ നമ്മൾ ജെർമേനിയം സിലിക്കൺ ഒക്കെ പറഞ്ഞത്, ഡയമണ്ട് സ്ട്രക്ചറിൽ പറഞ്ഞത്. പക്ഷേ ഇത് കോമ്പൗണ്ട് സ്റ്റേറ്റിലെ സെമി കണ്ടക്ടേഴ്സ് ആണ്. അവരിലേക്ക് ഇങ്ങനെ സിങ്ക് സൾഫൈഡ് സ്ട്രക്ചർ അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ സോഡിയം ക്ലോറൈഡ് സ്ട്രക്ചർ വരുന്നത് അത് FCC തന്നെയാണ്, FCC ആണ്, പക്ഷേ ഇവിടെയും 2 FCCകളാണ് വരുന്നത്. കൺസിസ്റ്റ് ഓഫ് Na ആൻഡ് Cl, 1 Na and 1 Cl atom separated by 1/2 of the body diagonal. അതെ, ഇവിടെ നോക്കൂ, FCC തന്നെയാണ്, പക്ഷേ അതിൽ വ്യത്യാസം വെച്ചാൽ ഒരു സോഡിയത്തിൻ്റെ ഒരു FCC ഫോം ചെയ്യുന്നു, ക്ലോറിൻ ഒരു FCC ഫോം ചെയ്യുന്നു. അത് 1/2 ഓഫ് ദ ബോഡി ഡയഗണലാണ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത്. 1/2 ഓഫ് ദ ബോഡി ഡയഗണൽ സെപ്പറേറ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ 1/4 അല്ല ഡയമണ്ടിലെ പോലെ, അല്ലെങ്കിൽ സിങ്ക് ബ്ലെൻഡിൽ പോലെ 1/4 അല്ല, 1/2 ഓഫ് ദ ബോഡി ഡയഗണൽ. അപ്പോൾ ഇവിടെയും 2 എന്താ പറയുക, സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും, മനസ്സിലായോ, 2 ബേസ് ആണല്ലോ. ബേസ് കൺസിസ്റ്റ് ഓഫ് 1 സോഡിയം ആൻഡ് 1 ക്ലോറിൻ, 2 ബേസ് ഉള്ള FCC ആണ്. കോർഡിനേഷൻ നമ്പർ ഇവിടെ 6 ആണ് വരുന്നത്. കോർഡിനേഷൻ നമ്പർ 6 ആണ് വരുന്നത്. കോർഡിനേഷൻ നമ്പർ തന്നെ നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ്, അത് ആ അറേഞ്ച്മെൻ്റ് ആണ്. മറ്റേ അറേഞ്ച്മെൻ്റായിട്ട് വ്യത്യാസം ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ 4 ആണ്, ഇവിടെ 6 വരുന്നത്. ഇനി സീഷ്യം ക്ലോറൈൻ്റെ സ്ട്രക്ചർ. സീഷ്യം ക്ലോറൈൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് സിമ്പിൾ ക്യൂബിക് ആണ്. സിമ്പിൾ ക്യൂബിക് ആണ്, ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ക്യൂബിക് അല്ല. ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, സ്പെഷ്യൽ സ്ട്രക്ചറായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ, 2 സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ഇന്റർപെനിട്രേറ്റ് ചെയ്യുന്ന പോലെ, 2 സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് പെനിട്രേറ്റ് ചെയ്യുന്ന പോലെയാണ്. അതിൽ സീഷ്യം ആറ്റംസ് 0-0-0 പൊസിഷൻസ് ആണ്, ക്ലോറിൻ ആറ്റംസ് ഹാഫ് പൊസിഷനിലാണ്. അപ്പോൾ 2 സിമ്പിൾ ക്യൂബിക് പെനിട്രേറ്റ് ചെയ്യുന്ന പോലെ സ്ട്രക്ചറാണ്. കോർഡിനേഷൻ നമ്പർ 8 ആണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ്. ഇനി നമ്മൾ ജനറലി എലമെൻറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ക്യൂബിക്കിൽ വരുന്നതുണ്ട്, ഡയറക്റ്റ് സിമ്പിൾ ക്യൂബിക്കിൽ വരുന്ന പൊളോണിയം. നമ്മൾ പറഞ്ഞ സീഷ്യം ക്ലോറൈഡ് ഡയറക്റ്റ് സിമ്പിൾ ക്യൂബിക് അല്ല, 2 സിമ്പിൾ ക്യൂബിക് ഇന്റർപെനിട്രേറ്റ് സ്ട്രക്ചറാണ്. ഇപ്പം BCCയിൽ വരുന്നതാണ് ആൽക്കലി മെറ്റൽസ്. ശ്രദ്ധിക്കുക, ആൽക്കലി മെറ്റൽസ് BCCയിലാണ് വരുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ വരുന്നത് BCCയിലാണ്. പിന്നെ ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റണും അയണൊക്കെ വരുന്നുണ്ട്, അതൊക്കെ BCCയിലാണ് വരുന്നത്. FCCയിൽ വരുന്നത് ഡയമണ്ട് പെർഫെക്റ്റ് FCC അല്ല, നമുക്കറിയാം 2 FCC ഇന്റർപെനിട്രേറ്റ് ചെയ്ത സ്ട്രക്ചറാണ്. ഗോൾഡ്, സിൽവർ, കാൽഷ്യം, അലുമിനിയം, ലെഡ്, പ്ലാറ്റിനം, അങ്ങനെ നല്ല മെറ്റൽസ്, എന്താ പറയുക, നോബിൾ മെറ്റൽസ് ഒക്കെ ഈ FCCയിലാണ് ഫോം ചെയ്യുന്നത്. HCPയിൽ വരുന്നത് സിങ്ക് ഓക്സൈഡ്, ഐസ് ഉദ്ദേശിക്കുന്നത് H2O, സോൾഡ് H2O, ഐസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ലൈക്ക് ബെർലിയം, മഗ്നീഷ്യം, ബേരിയം, അതൊക്കെ HCPയിലാണ് വരുന്നത്. ഡയമണ്ട് സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, കാർബൺ, സിലിക്കൺ, ജെർമേനിയം ഒക്കെ. സിങ്ക് ബ്ലെൻഡ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, ഇങ്ങനെ കോമ്പൗണ്ട് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, സിംഗിൾ സൾഫൈഡും ഉണ്ട് അതിൽ. ടെട്രഗണലിൽ ഒന്ന് പഠിക്കുക, വൈറ്റിൻ, ഇൻഡിയം, ഇവിടെ SnO4, ടൈറ്റാനിയം ഡയോക്സൈഡ്, ഇതൊക്കെ അതിൽ ടെട്രഗണലിൽ പഠിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. ജെർമേനിയം ആൻഡ് സിലിക്കൺ ഹാവ് ഡയമണ്ട് സ്ട്രക്ചർ ഫോർ വിച്ച് ദ ആറ്റംസ് പെർ യൂണിറ്റ് അല്ലേ. നമുക്കറിയാം ഡയമണ്ട് സ്ട്രക്ചറിൽ 2 FCC ആണ്. 2 FCC വരുമ്പോൾ ഒരു FCCയിൽ 4 ആറ്റംസ് ആണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ 4 + 4 8 ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഉണ്ടാവും ഡയമണ്ട് സ്ട്രക്ചറിൽ.
ദ സ്പേസ് ലാറ്റിസ് ഓഫ് ഡയമണ്ട് സ്ട്രക്ചർ നമുക്കറിയാം FCC ആണ്. സ്പേസ് ലാറ്റിസ് നോക്കുകയാണെങ്കിൽ FCC ലാറ്റിസ് ആണ്, 2 ഇന്റർപെനിട്രേറ്റിംഗ് FCC ആണ്. ബ്രവീസ് ലാറ്റിസ് ഫോർ സീഷ്യം ക്ലോറൈഡ്. സീഷ്യം ക്ലോറൈഡ് നമുക്കറിയാം പ്രിമിറ്റീവ് ക്യൂബിക്, ഐ മീൻ സിമ്പിൾ ക്യൂബിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സിമ്പിൾ ക്യൂബിക്കിൻ്റെ വേറെ പേരാണ് പ്രിമിറ്റീവ് ക്യൂബിക്. 2 സിമ്പിൾ ക്യൂബിക് ഇന്റർപെനിട്രേറ്റ് ചെയ്യുന്ന സ്ട്രക്ചറാണ് സീഷ്യം ക്ലോറൈഡ്. NaCl സ്ട്രക്ചർ FCC തന്നെയാണ്, നമുക്കറിയാം FCC തന്നെയാണ്. ഫേസ് സെൻറ്റേഡ് ക്യൂബിക് ആണ്. ഓക്കെ, 2 FCC സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും FCCകൾ ഇന്റർപെനിട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചറാണ് സോഡിയം ക്ലോറൈഡ്. ദ നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് FCC സ്ട്രക്ചർ വിത്ത് ലാറ്റിസ് പാരാമീറ്റർ A. FCCയുടെ നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ്, ഞാനത് 3 കേസ് ഒരുമിച്ച് പറയാം. സിമ്പിൾ ക്യൂബിക്കും FCCയും BCC ഒരുമിച്ച് പറയാം. ഒന്ന് നോക്കൂ. സിമ്പിൾ ക്യൂബിക്കിലാണെങ്കിൽ നമുക്ക് ആറ്റങ്ങൾ ടച്ച് ചെയ്യുന്നത്, ഇപ്പോൾ കോർണറിലുള്ള ആറ്റങ്ങൾ ടച്ച് ചെയ്യുകയാണ്. ഇതൊരു കോർണറിലും മറ്റ് കോർണറിലെ ആറ്റങ്ങൾ നേരിട്ട് ടച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഈ 2 ആറ്റങ്ങളുടെ സെൻറ്ററുകൾ തമ്മിലുള്ള ദൂരം, ഏറ്റവും കുറഞ്ഞ ദൂരം, അതാണ് നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ്. നമുക്കറിയാം ഈ ദൂരം എന്നുള്ളത് R+R 2R ആണ്. 2R ആണ് എപ്പോഴും നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് ഉള്ളത്. 2R ആണ് നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ്, അതെപ്പോഴും 2R ആണ്. ഓക്കെ, 2R ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ 2R ഇവിടെ കാണുമ്പോൾ നമുക്ക് R+R 2R കാണുമ്പോൾ അത് ക്യൂബിൻ്റെ സൈഡായിട്ടാണ് വരുന്നത്. 2R ഈക്വൽ ടു സിമ്പിൾ ക്യൂബിക്കിൽ 2R ഈക്വൽ ടു A ആണ്. 2R ഈക്വൽ ടു A ആണ്. അപ്പോൾ ഇതാണ് നിയറസ്റ്റ് നൈബർ സിമ്പിൾ ക്യൂബിക്കിൽ. സിമ്പിൾ ക്യൂബിക്കാണ് നമ്മളിപ്പോൾ പറയുന്നത്. കോർണറിൽ മാത്രം ആറ്റുള്ളത്. പിന്നെ ഫേസ് സെൻറ്റേഡ് അടുത്ത് പറയട്ടെ. ഫേസ് സെൻറ്റേഡിൽ ആറ്റങ്ങൾ ടച്ച് ചെയ്യുന്നത് ഫേസ് ഡയഗണലാണ്. ഇത് ഫേസ് ഡയഗണലാണ് കാണിച്ചത്. ഫേസ് ഡയഗണലാണ് ആറ്റങ്ങൾ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ 3 ആറ്റങ്ങൾ, 2 ആറ്റങ്ങളല്ല. ഈ ഫേസിൻ്റെ സെൻറ്ററിലെ ആറ്റങ്ങളും കോർണറിലെ ആറ്റങ്ങളും തമ്മിലാണ് ടച്ച് ചെയ്യുന്നത്. ഫേസിൻ്റെ സെൻറ്ററിലെ ആറ്റങ്ങളും കോർണറിലെ ആറ്റങ്ങളും തമ്മിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മൊത്തം ഈ ഒരു ക്യൂബിൻ്റെ ഫേസ് എഡ്ജ് എന്നുള്ളത്, ഫേസ് ഡയഗണൽ എന്നുള്ളത്, ക്യൂബിൻ്റെ ഫേസ് ഡയഗണൽ എന്നുള്ളത് നമ്മൾ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് ഈ സൈഡും ഈ സൈഡും A അല്ലേ. അപ്പോൾ ഇതതിൻ്റെ ഹൈപ്പോന്യൂസ് അല്ലേ വരുന്നത്. ഹൈപ്പോന്യൂസ് എന്നുള്ളത് √2A² ആണ് അല്ലേ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറിൻ്റെ റൂട്ട് അല്ലേ, √2A² ആണ്. അപ്പോൾ √2A ആണ് കിട്ടുക. ഈ ലെങ്ത്ത്, ഈ ഫേസ് ഡയഗണലിൻ്റെ ലെങ്ത്ത് √2A ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 6 മനസ്സിലായ, പിന്നെ 6 പിന്നെ 6 4R എന്നുള്ളത് √2A ആണ്. √2A ആണ്. FCC ആണ് നമ്മൾ പറയുന്നത്. FCCയിൽ 4R എന്നുള്ളത് √2A ആണ്. അപ്പോൾ 2R ആണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ 2 ഇവിടെ കൊണ്ട് ബൈ ചെയ്യുമ്പോൾ √2A/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ A/√2 എന്ന് എഴുതാം. കട്ട് ചെയ്തിട്ട് A/√2 എന്ന് എഴുതാം FCCയിൽ. ഇനി BCCയിലേക്ക് വരുമ്പോൾ, BCCയിൽ വരുമ്പോൾ അവിടെ ആറ്റങ്ങൾ ടച്ച് ചെയ്യുന്നതും ബോഡി ഡയഗണലാണ്. ഇത് ബോഡി ഡയഗണലാണ് വരച്ചിട്ടുള്ളത്. 4 ആറ്റങ്ങൾ ബോഡി ഡയഗണൽ ഇതേപോലെ തന്നെ, പക്ഷേ ബോഡി ഡയഗണലാണ് ടച്ച് ചെയ്യുന്നത്. 4 ആറ്റങ്ങളല്ല, 3 ആറ്റങ്ങൾ. 2 കോർണറിലെ ആറ്റങ്ങളും ബോഡിയുടെ സെൻട്രൽ ആറ്റവും തമ്മിൽ ടച്ച് ചെയ്യുന്നത് ബോഡി ഡയഗണലാണ്. ബോഡി ഡയഗണലിൻ്റെ ലെങ്ത്ത് √2A അല്ല, √3A ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 4R = √3A എന്ന് എഴുതണം. ഇത് ക്യൂബിൻ്റെ ബോഡി ഡയഗണലിൻ്റെ നീളമാണ്, പഠിച്ചു വയ്ക്കണം. അപ്പോൾ 2R = √3A/2 ആണ് വരിക. ഇതാണ് അവിടുത്തെ നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് ഏതിൽ, BCCയിൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ BCC യൂണിറ്റ് സെൽ ഈസ്. BCCയിൽ നമ്പർ ഓഫ് ആറ്റംസ് നമുക്കറിയാം 2 ആണ് അല്ലേ. സിമ്പിൾ ക്യൂബിക്കിൽ 1, BCCയിൽ 2, FCCയിൽ 4, HCPയിൽ 6. 2 ആണ് കറക്റ്റ് ആൻസർ. ദ ക്രിസ്റ്റൽസ് ഓഫ് ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആൽക്കലി മെറ്റൽസ് BCC ആണ് ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ ടേബിൾ ഒന്ന് നോക്കുക. ആൽക്കലി മെറ്റൽസ് BCC ആണ് ഫോം ചെയ്യുന്നത്. ബോഡി സെൻറ്റേഡ് ക്യൂബിക്. ദ ക്രിസ്റ്റലൈൻ നോബിൾ മെറ്റൽസ്, ഇപ്പോൾ ഗോൾഡ്, സിൽവർ, അങ്ങനെയുള്ള കോപ്പർ, ഗോൾഡ്, സിൽവർ അങ്ങനെയുള്ള മെറ്റൽസ് ഒക്കെ, അലുമിനിയം ഒക്കെ ഫോം ചെയ്യുന്നത് FCC ആണ്. FCC ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. നോബിൾ മെറ്റൽസ് FCC ആണ് ഫോം ചെയ്യുന്നത്. ഇനി സിമെട്രി ഒന്ന് പറയാണ്. സിമെട്രി ചില ഓരോ ഷേപ്പിൻ്റെ സിമെട്രി ആക്സസ് ഒക്കെ നമുക്ക് പഠിക്കാം. സിമെട്രി എലമെൻറ്റ്സ് പലതും ഉണ്ട്. ഞാൻ വളരെ ചുരുക്കി പറയട്ടെ. ഇവിടെ പലതിൻ്റെ സിമെട്രി, മിനിമം സിമെട്രി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സിമെട്രി ഡീറ്റെയിലാണ്, കുറച്ചുകൂടി ഉണ്ട് സിമെട്രിയുടെ കാര്യങ്ങൾ. വളരെ ചുരുക്കി പറയാം. ഇപ്പോൾ ഹെക്സഗണൽ കേസാണ് നമ്മുടെ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കൂ, ദ ഹെക്സഗണൽ സ്ട്രക്ചർ ഹാസ് എ സിമെട്രി എലമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഹെക്സഗണിൻ്റെ സിമെട്രി എന്ന് പറയുമ്പോൾ, ഹെക്സഗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാനിത് താഴേക്ക് വരയ്ക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ സിമെട്രി എലമെന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ
മെയിനായിട്ട് റൊട്ടേഷൻ സിമെട്രി പറയട്ടെ. ഇതിലെല്ലാം റൊട്ടേഷൻ സിമെട്രി ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. റൊട്ടേഷൻ സിമെട്രി നോക്കുമ്പോൾ ഇപ്പം ഇതിനെ ഇപ്പം ഞാൻ ഈ പോയിന്റ് എടുക്കാന്നിരിക്കും. ഈ പോയിന്റ് എടുക്കുകയാണ്. ഈ പോയിന്റ് വെച്ചിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാണ് ഞാൻ. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ ഒരു ഇത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്താൽ ഇത്ര ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇപ്പോൾ ഈ സെഡ് ആക്സ് എടുത്തു. സെഡ് ആക്സ് ഇങ്ങനെയുള്ള ആക്സ്, ഈ ആക്സിൽ ഞാൻ ഇത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. ഇത്ര ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് 60 ഡിഗ്രിയാണ്. നമുക്കറിയാം 360/60 ആണ്. 6 സൈഡ് അല്ലേ, 360/6 ആണ്. അപ്പോൾ 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ കോർണർ ഇവിടേക്ക് വരും. മനസ്സിലായോ? റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഈ കോർണർ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഈ കോർണർ ഇങ്ങോട്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പിയറൻസ് നേരത്തെ അതേ അപ്പിയറൻസ് ആണ്. നിങ്ങൾ ആ സൈഡിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതേ അപ്പിയറൻസ് തന്നെ കിട്ടുക. ഇനി ഒരു 60 ഡിഗ്രി കൂടി തിരിച്ചാലും അപ്പോൾ ഈ കോർണർ ഞാൻ ഈ പറഞ്ഞ പോയിന്റിന് നേരെ വരും. ഇതിന് നേരെ വരും. മനസ്സിലായി? ആരോയ്ക്ക് നേരെ വരും. മനസ്സിലായി? അങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിലും ഒരു ഫുൾ റൊട്ടേഷൻ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 6 പ്രാവശ്യം ഒരേ പിക്ചറിലേക്ക് വരും. മനസ്സിലായ? 6 പ്രാവശ്യം ഒരേ പിക്ചറിലേക്ക് വരും. ഒരേ പിക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരേ പിക്ചറിലേക്ക്. അപ്പോൾ ഇതിൻ്റെ 6 ഫോൾഡ് റൊട്ടേഷൻ ആക്സിസ് എന്ന് പറയുക. ഈ സെഡ് ആക്സിനെ അല്ലെങ്കിൽ ജി ആക്സിനെ നമ്മൾ 6 ഫോൾഡ് റൊട്ടേഷൻ ആക്സിസ് എന്നാണ് വിളിക്കുക. 6 ഫോൾഡ് റൊട്ടേഷൻ ആക്സിസ്. ഓക്കെ, ഹെക്സഗണൽ സ്ട്രക്ചറിന് ഒരു 6 ഫോൾഡ് റൊട്ടേഷൻ ആക്സിസ് ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെയും കേസിൽ അത് നോക്കേണ്ടതാണ്. ഇപ്പോൾ ക്യൂബിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പല സിമെട്രി ആക്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു ഇതാ ക്യൂബിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്യൂബാന്നിരിക്കും. അപ്പോൾ അതിൽ നമുക്കിതാ ഇപ്പോൾ ഈ ആക്സിൽ തിരിക്കുകയാണെങ്കിൽ ഒരു 90 ഡിഗ്രി തിരിയുമ്പോൾ എന്ത് സംഭവിക്കുക? ഈ കോർണർ ഇങ്ങോട്ട് വരും. അപ്പോൾ അതിൻ്റെ അതേ പിക്ചറിലേക്കാണ് അത് വരുന്നത്. വീണ്ടും 90 ഡിഗ്രി തിരിയുമ്പോൾ വരുമ്പോൾ വീണ്ടും 90 ഡിഗ്രി തിരിയും. അങ്ങനെ ഒരു ഫുൾ റൊട്ടേഷനിൽ 4 പ്രാവശ്യം മനസ്സിലായ അതിന് സിമെട്രി വരും. എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ റൊട്ടേഷൻ 4 പ്രാവശ്യം അതേ പിക്ചറിലേക്ക് അത് വരും. അപ്പോൾ ഒരു ഈ ആക്സിൽ 4 ഫോൾഡ് സിമെട്രി ഉണ്ട് നമ്മൾ പറയും. 4 ഫോൾഡ് സിമെട്രി ഉണ്ട് എന്ന് പറയും. ഹെക്സഗണിന് 6 ഉണ്ട് ആ ആക്സിസിൽ. മനസ്സിലായി? ഇതേപോലത്തെ ഇതിപ്പോൾ സെഡ് ആക്സ് എന്നായിരിക്കും. സെഡ് ആക്സിൽ മാത്രമല്ല, അതിന് എക്സ് ആക്സിലുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സ് ആക്സിലും പറയാം. ഈ ആക്സിൽ എക്സ് ആക്സിലും പറയാം. ഇതേപോലെ തന്നെ വൈ ആക്സിലും പറയാം. വൈ ആക്സ് ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എടുത്തോട്ടെ, പുറത്തേക്ക് വരച്ചോട്ടെ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈ ആക്സിലും സിമെട്രി ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം 4 ഫോൾഡ് സിമെട്രി ആക്സ് 3 എണ്ണം ഉണ്ട്. XYZ എന്നുള്ള 3 ആക്സ് ഉണ്ട് ക്യൂബിന്. മനസ്സിലായോ? ക്യൂബിന്. പിന്നെ ഈ ഡയഗണലിൽ തിരിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ഡയഗണലിൽ തിരിക്കുകയാണെങ്കിൽ 3 ഫോൾഡ് സിമെട്രി വരും. മനസ്സിലായോ? ഡയഗണലിൽ തിരിക്കുകയാണെങ്കിൽ 3 ഫോൾഡ് സിമെട്രി നമുക്ക് കാണാൻ പറ്റും. 3 ഫോൾഡ് സിമെട്രി കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതാണ് പറഞ്ഞിട്ടുള്ളത്. 3 ഫോൾഡ് ആക്സിസ്. ഡയഗണലിന് ഉദ്ദേശിക്കുന്നത് ഫേസ് ഡയഗണലല്ല, ഞാൻ വരച്ച പോലെ ഫേസ് ഡയഗണലല്ല, ബോഡി ഡയഗണലാണ് കേട്ടോ. ബോഡി ഡയഗണലാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കോർണറിന് അപ്പർ സൈഡിൽ ഈ കോർണർ കൊണ്ട് പോകുന്ന ഈ ബോഡി ഡയഗണൽ 4 ഫോൾഡ് എത്രയാണ്? 3 ഫോൾഡ് സിമെട്രി ഉണ്ട്. ഡയഗണലിൽ 3 ഫോൾഡ് സിമെട്രി ഉണ്ട്. അതൊക്കെ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഹെക്സഗണൽ അല്ലേ. 1 6 ഫോൾഡ് റൊട്ടേഷൻ ആക്സ് ഉണ്ട്. ക്യൂബിന് എന്തുണ്ട്? ക്യൂബിൻ്റെ കേസ് ഞാൻ പറഞ്ഞത് 3 ആക്സിൽ 4 ഫോൾഡ് സിമെട്രി. ദർ ആർ 3, അതാ ടേബിളിൽ എഴുതിയിട്ടില്ല. 4 ഫോൾഡ് സിമെട്രി ആക്സസ്. 4 ഫോൾഡ് സിമെട്രി ആക്സസ് ഉണ്ട്. പിന്നെ അതിൽ എഴുതിയിട്ടുള്ളത് ഇതാണ് 4 ഡയഗണൽ ആക്സ്, ബോഡി ഡയഗണൽ 4 3 ഫോൾഡ് സിമെട്രി ആക്സും ഉണ്ട് ക്യൂബിന്. അതുകൊണ്ട് ആക്സ് ഉണ്ട്. 3 ഫോൾഡ് സിമെട്രി ആക്സ് 4 ബോഡി ഡയഗണൽസ് ഉണ്ട് അല്ലേ. മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന 2 എണ്ണവും അല്ലേ. ഒക്കെ മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കാം. 4 നമുക്കറിയാം. ഓരോ കോർണറിനും ഓപ്പോസിറ്റ് അല്ലേ. മുകളിലത്തെ ഒരു കോർണറിനും ഓപ്പോസിറ്റ് ആയിട്ട് താഴെയുള്ള കോർണറിലേക്ക് വരയ്ക്കാം. അങ്ങനെയുള്ള 3 ഫോൾഡ് സിമെട്രി ആക്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യൂബിക് ലാറ്റിസ്, ഒത്തിരി കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊക്കെ കൃത്യമായിട്ട് നോക്കുക.
പാക്കിംഗ് ഫ്രാക്ഷൻ ഓഫ് എ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് FCC ലാറ്റിസ്. നമ്മൾ സിമ്പിൾ ക്യൂബിക്കിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ പഠിക്കുമ്പോൾ ഞാനത് ചെയ്യാൻ നിൽക്കുന്നില്ല, എളുപ്പമാണ്. നമ്മളെങ്ങനെയാണ് പാക്കിംഗ് ഫ്രാക്ഷൻ ചെയ്യാത്രേ ഉള്ളൂ. പാക്കിംഗ് ഫ്രാക്ഷൻ എന്നുള്ളത് ചുരുക്കി എഴുതിക്കോട്ടെ. എത്ര പോർഷൻ ഒക്കുപ്പൈഡ് ആണ്, ആ ക്യൂബിൻ്റെ എത്ര പോർഷൻ ഒക്കുപ്പൈഡ് ആണ്, എത്ര ഭാഗം എം ടി ആണ്, അതാണ് ഒക്കുപ്പൈഡ് പോർഷനാണ് പാക്കിംഗ് ഫ്രാക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം A ക്യൂബാണ്. എത്ര ക്യൂബ് സിമ്പിൾ ക്യൂബിക്കാണ് ഒരു ആറ്റം ഉള്ളൂ. അപ്പോൾ N ഇൻറ്റു, ശരിക്കും പറഞ്ഞാൽ ജനറലി N ഇൻറ്റു ആറ്റത്തിൻ്റെ 4/3 പൈ ആർ ക്യൂബ് വോളിയം. അപ്പോൾ ഒരാറ്റാണെങ്കിൽ 1 ഇൻറ്റു എന്ന് ചെയ്യേണ്ടി വരും. ജനറലി ഇതാണ് ഫോർമുല. സിമ്പിൾ ക്യൂബിക്കിൽ പാക്കിംഗ് ഫ്രാക്ഷൻ എന്നുള്ളത് ഇങ്ങനെ നമ്മൾ ചെയ്യണം 1 ഇൻറ്റു ഒരു യൂണിറ്റ് സെല്ലിൽ ഒരു ആറ്റല്ലേ ഉള്ളൂ, 4/3 പൈ ആർ ക്യൂബ് ബൈ A ക്യൂബ്. ഇതിൽ ആറിന് പകരം ഇപ്പോൾ നമുക്കറിയാം 2R = A എന്നല്ലേ പിടിക്കുക. അപ്പോൾ 6A/2 അല്ല, അത് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കിട്ടും, അത്രേ ഉള്ളൂ. 4/3 പൈ ഇൻറ്റു ഇത് R ക്യൂബിന് പകരം A/2 സ്ക്വയർ, അപ്പോൾ A ക്യൂബ് ബൈ 8 വരും അല്ലേ, ഡിവൈഡ് ബൈ A ക്യൂബ്. ഇത് കട്ട് ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സിമ്പിൾ ക്യൂബിക്കിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ കിട്ടും. ഇതാ 0.524 കിട്ടും. 524 അല്ലെങ്കിൽ 52% പാക്ക്ഡ് ആണ്. അപ്പോൾ 48% വേക്കൻ്റ് ആണ്, എം ടി സ്പേസ് ആണ്, അതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അങ്ങനെ ഓരോന്നിനും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. BCCയിൽ അത് 68% ആണ്, അല്ലെ 0.68 ആണ്. FCCയിൽ 0.74 ആണ്. HCPയിലും അത് തന്നെയാണ്, HCPയിലും സെയിം ആണ്, ഇതേ വാല്യൂ തന്നെയാണ് വരുന്നത്. മനസ്സിലായോ? 0.74% ആണ്. അപ്പം FCCയിലും HCPയിലും ആണ് ഈ മാക്സിമം പാക്കിംഗ് വരുന്നത്. HCPയിലും FCCയിലുമാണ് മാക്സിമം പാക്കിംഗ് വരുന്നത്, പാക്കിംഗ് ഫ്രാക്ഷൻ കൂടുതൽ വരുന്നത്. പാക്കിംഗ് ഫ്രാക്ഷൻ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ആസ് കമ്പയർഡ് ടു FCC സ്മോളർ, നമുക്കറിയാം. മനസ്സിലായോ? ഒരെണ്ണം 0.52 ഉള്ളൂ, മറ്റേത് 0.74 ഉണ്ട്. അപ്പോൾ സിമ്പിൾ ക്യൂബിക്കിൽ കുറവാണ്. ലാറ്റിസ് ഡെൻസിറ്റി, ലാറ്റിസ് കോൺസ്റ്റന്റ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്നുള്ളത് മാസ് ബൈ വോളിയാണ്. അപ്പോൾ മാസ് എന്ന് പറയുമ്പോൾ എത്ര ആറ്റങ്ങളുണ്ട്, N ആറ്റംസ് ആണ് യൂണിറ്റ്സിലുള്ളത്, N ഇൻറ്റു M. അതിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്യൂബ് ക്യൂബ് ആകുമ്പോൾ A ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, വേറെ ഷേപ്പുകളാണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ വോളിയം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ മാസിനെ, ആറ്റത്തിൻ്റെ മാസിനെ നമുക്ക് ആറ്റോമിക് മാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ മാസാണ്. അതിന് അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ആറ്റത്തിൻ്റെ മാസ് കിട്ടും. അപ്പോൾ സ്മോൾ എമ്മിനെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ M/N കൊണ്ടാണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് N/A ക്യൂബ് ഇൻറ്റു M/N കിട്ടും. അപ്പോൾ NM/A ക്യൂബ്, NM/A ക്യൂബ് വരും. ഇതാണ് ലാറ്റിസ് ഡെൻസിറ്റി കാണാനുള്ള ഫോർമുല. ലാറ്റിസിൻ്റെ ഡെൻസിറ്റി ഇത് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലാണ്. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ 1, BCCയിൽ അത് 2, FCCയിൽ അത് 4 ആണ്. ഓക്കെ, നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തു വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. കോപ്പർ ഹാസ് FCC സ്ട്രക്ചർ ആൻഡ് ദ ആറ്റോമിക് റേഡിയസ് ഇസ് ദിസ്. ആറ്റോമിക് റേഡിയസ് തന്നിട്ടുണ്ട്, ആങ്സ്ട്രോം യൂണിറ്റിലാണ്. കാൽക്കുലേറ്റ് ഡെൻസിറ്റി, ആറ്റോമിക് വെയിറ്റ് ഓഫ് കോപ്പർ. ഇത് ഗ്രാമിലാണ് ആറ്റോമിക് വെയിറ്റ്, നമുക്ക് ഗ്രാമിലേക്ക് മനസ്സിലാവും. ഒരു ആറ്റത്തിൻ്റെ ആണെങ്കിൽ 63.54 എന്നെടുക്കാം. നോക്കൂ, ഇവിടെ ഗ്രാമിലാണ് തന്നിട്ടുള്ളത്. മനസ്സിലാവും. ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇതിനെ അവഗാഡ്രോ നമ്പർ ഡിവൈഡ് ചെയ്യണം. 63.54 എന്നല്ല, ഇതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിപ്പം ആറ്റോമിക് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഗ്രാമിലാണ് തരാം. അപ്പോൾ ഇവിടെ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. ആ റേഡിയസ് ഞാൻ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റില്ല, കാരണം ഫൈനലി നമ്മുടെ ആൻസർ ഗ്രാം പെർ CC ആണ്. CC മീൻസ് സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ ഞാനിത് മീറ്ററിലേക്ക് മാറ്റിയിട്ടില്ല, സെൻറ്റിമീറ്ററിലേക്ക്. അതുകൊണ്ടാണ് 10⁻⁻8 ആങ്സ്ട്രോം യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ. പിന്നെ FCC ആണ്. FCCയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 4R√2A ആണ്. അപ്പോൾ അതൊന്ന് A കണ്ടുപിടിക്കാൻ പറ്റും. 4R/√2 ആണ്. അത് കൃത്യമായിട്ട് നമ്മുടെ ഈ ആറിൻ്റെ വാല്യൂ കൊടുത്താൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. റോ കണ്ടുപിടിക്കാൻ N എന്ന് പറയുന്ന നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലിൽ 4 ആണ്. പിന്നെ മാസ് 63.54 തന്നിട്ടുണ്ടല്ലോ. പിന്നെ അതിനെ N അവഗാഡ്രോ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. A ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. A ക്യൂബ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ √2 ഒക്കെ മുകളിൽ വരിക, മനസ്സിലായി? √2 മുകളിലാണ് വരിക. ഓക്കെ, 4/S എന്താ ഇവിടെ 4R/√A കണ്ടുപിടിക്കും. ബസ് √2. ഇവിടെ ഒരു 2√2 ഇല്ല, √2 തന്നെയുള്ളൂ. കറക്റ്റ് അല്ല, √2 തന്നെയുള്ളൂ. യെസ്, ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യെസ്. ഓക്കെ,
2 റൂട്ട് ഉണ്ട്. കാരണം അതിൻ്റെ ക്യൂബ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഡിവൈഡ് ചെയ്യല്ലല്ലോ, ക്യൂബ് അല്ലേ വരുന്നത്. അപ്പോൾ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ √2ൻ്റെ ക്യൂബ് 2 റൂട്ട് വരും. ഓക്കെ, ഇതിൻ്റെ ക്യൂബാണ് വരുന്നത്, അതുകൊണ്ടാണ് 2 റൂട്ട് മുകളിൽ വന്നത്. ഇപ്പോൾ ഇതിൻ്റെ ക്യൂബാണ് 64 വന്നിട്ടുള്ളത്. ഇതിൻ്റെ ക്യൂബ് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. 10⁻⁸ ക്യൂബാണ് 10⁻⁴. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 8.98 gram/cc എഴുതാം. പിന്നെ കോപ്പറിൻ്റെ ഡെൻസിറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റും. കോപ്പർ അത്യാവശ്യം നല്ല ഡെൻസിറ്റികളാണ്. 8.9 ആണ് കോപ്പറിൻ്റെ ഡെൻസിറ്റി വരുന്നത് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഇതാണ് ആൻസർ, ബി ആണ്. ചെയ്യാണ്ടും വേണമെങ്കിൽ എഴുതാൻ പറ്റും കോപ്പറിൻ്റെ ഡെൻസിറ്റി. ക്വസ്റ്റ്യൻ അത് റിയൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാണ്ട് എഴുതാൻ പറ്റും. നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് FCC സ്ട്രക്ചർ വിത്ത് ലാറ്റിസ് പാരാമീറ്റർ A ഈസ്. FCCയിലെ നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലേ, 4R = √2A വെച്ച് ചെയ്തിട്ട് ഇതല്ലേ കിട്ടുക, √2A/2 അല്ലെങ്കിൽ A/√2. A/√2 ഒന്നും ഇതിലില്ല, ഇത് തെറ്റാണ്. ഇങ്ങനെയല്ല, A/√2 ഇങ്ങനെ വരണം, അല്ലെങ്കിൽ ഇത് വരണം. ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. A metal crystallizes 2 cubic faces. In 2 cubic faces, FCC and BC, whose unicells lengths are 3.5 angstrom and 3 angstrom respectively. The ratio of the densities. രണ്ടിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഡെൻസിറ്റി നോക്കുമ്പോൾ Nm/n M/na³ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരേ മെറ്റലിൻ്റെ കാര്യം പറയുന്നത്. BCCയിലെ FCCയിലെ ക്രിസ്റ്റലൈസ് ഒരേ മെറ്റലാണ്. ആദ്യം FCC പറഞ്ഞിട്ടുള്ളത്, പിന്നെ BCC പറഞ്ഞ ഒരേ മെറ്റലാണ്. അപ്പോൾ അതിൻ്റെ ഈ M സെയിം ആയിരിക്കും. അവഗാഡ്രോ നമ്പർ പിന്നെ കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് റോ പ്രൊപ്പോർഷണൽ ടു N/AQ എന്ന് കൊടുക്കാം. അപ്പോൾ FCC ആണെങ്കിൽ ഈ Nൻ്റെ വാല്യൂ 4 വരും. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ 4 അല്ലേ, 4/FCCയിലെ ലാറ്റിസ് കോൺസ്റ്റൻറ്റ്. അതിവിടെ തന്നിട്ടുള്ളത് FCCയിൽ ഇതാണ്, A of FCC. ഇത് A of BCC ആണ്. അപ്പോൾ റോ ബി എന്നുള്ളത് 2 BCCയിൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ 2 ആണ്. അപ്പോൾ Nന് പകരം 2 ആണ് വരുന്നത്. 2 അതിൻ്റെ ലാറ്റിസ് കോൺസ്റ്റൻ്റെ ക്യൂബ്. ഇനി ഇത് രണ്ട് ഡിവൈഡ് ചെയ്യണം നമ്മൾ, പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4/f³ ഇൻറ്റു റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് AB³ 2 കിട്ടും. അപ്പോൾ 4ഉം 2ഉം കട്ട് ചെയ്ത് പോകുമ്പോൾ 2 ഇൻറ്റു AB/AF³ കിട്ടും. 2 ഇൻറ്റു തന്നിട്ടുള്ള വാല്യൂസ് കൊടുക്കുകയാണ്. AB എന്നുള്ളത് 3 ആണ്, AF എന്നുള്ളത് 3.5 ആണ്, ക്യൂബ് ചെയ്യുക. അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഫ്രാക്ഷൻ കളയാൻ വേണ്ടി 2 കൊണ്ട് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ 6/7 അത് ചെയ്യുമ്പോൾ നമുക്ക് 1.26, നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാതെ 1.26 ആണ് ആൻസർ കിട്ടുക. ഈ C ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് BC സ്ട്രക്ചർ വിത്ത് ലാറ്റിസ് പാരാമീറ്റേഴ്സ് ഏസ്. BCC നമ്മൾ നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് പറഞ്ഞു, 4R = √3A വെച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് √3A/2 എന്ന് കിട്ടും. √3A/2 എന്ന് കിട്ടും. ഇതാണ് എൻ്റെ കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരികയാണ്. ദ സ്പേസ് ലാറ്റിസ് ഓഫ് ഡയമണ്ട് വിടുന്നത് FCCയിലാണ്, പക്ഷേ 2 ഇന്റർപെനിട്രേറ്റഡ് ആയിട്ടുള്ള FCC സ്ട്രക്ചറാണ് ഡയമണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിസ്കഷനിൽ ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ബേസിക്സ് ആണ് പറഞ്ഞത്. മാത്രമല്ല 20 MCQs നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.